രാമ 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 പാഹി മാം. 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 മാനവേന്ദ്രൻ പിന്നെ ലക്ഷ്മണൻ തന്നെയും വാനരരാജനാമർ ആത്മജനെയും രാവണ ബാണവിദാരിതന്മാരായ പാവകപുത്രാദിവാനരന്മാരെയും സിന്ധൗഷധം കൊണ്ടു രക്ഷിച്ചു തന്നെ സിദ്ധാന്തമെല്ലാം അരുൾ ചെയ്തുമേവിനാർ. രാത്രിഞ്ജനേന്ദ്രനും ഭൃത്യജനത്തോടു പേർത്തും നിജാർത്തി അളോർത്തു ചൊല്ലിടിനാൻ. നമ്മുടെ വീര്യബലങ്ങളും കീർത്തിയും നന്മയുമർത്ഥ പുരുഷാരാദിയും നഷ്ടമായി വന്നി തൊടുങ്ങി സുഹൃതവും അഷ്ടകാലം നമു ആഗതം നിശ്ചയം. വേദാവതാനുമരാണ്യഭ്രൂപനും വേദവതിയും മഹാനന്ദികേശനും രംഭയും പിന്നെ നളകൂപരാദിയും ജംബാരി മുമ്പാം നിലിംബവരന്മാരും കുംഭോത്ഭവാദികളായ മുനികളും ശംഭു പ്രണയിനിയായ ദേവിയും പുഷ്ടത പോബലം പൂണ്ടു പാതിവ്രത്യനിഷ്ഠയോടെ മരുവുന്ന സതികളും സത്യമായി ചൊല്ലിയ ശാപവചസ്സുകൾ മിഥ്യയായി വന്നു കൂടായെന്നു നിർണയം. ചിന്തിച്ചു ആൺമിൻ നമുക്കിനിയും പുനരെന്തൊന്നു നല്ലു ജയിച്ചു കൊള്ളുവാനോഹോ. ആലാരി തുല്യനാവും കുംഭകർണ്ണനെ കാലം കളയാതുണർത്തു നിങ്ങൾ പോയി. 6 മാസം കഴിഞ്ഞെന്നിയുണർന്നിടുമാറിലുറങ്ങി തുടങ്ങിയിട്ടവനുമിന്നൊമ്പതു നാളെ കഴിഞ്ഞതുള്ളു. നിങ്ങളമ്പോടുണർത്തുവിൻ വല്ല പ്രകാരവും. രാക്ഷസരാജനിയോഗേന ചെന്നോരോ രാക്ഷസരെല്ലാം ഒരുമ്പെട്ടുണർത്തുവാൻ ആനദുന്ദുഭി മുഖ്യവാദ്യങ്ങളുമാന തേർ ആലാൾ കുതിരപ്പടകളും കുംഭ അർണോരസി പാഞ്ഞുമാർത്തും ജഗൽ അമ്പം വരുത്തിനാരെന്തൊരു വിസ്മയം. കുംഭസഹസ്രം ജലം ചൊരിഞ്ഞിടിനാർ. കുംഭകർണ
ശ്രവണാന്തരേ പിന്നെയും കുംഭിവരന്മാരെ കൊണ്ടു നാസാരന്ധ്ര സംഭൂതരോമം പിടിച്ചു വലിപ്പിച്ചതും തുമ്പി കരമറ്റു വളറിയുമാനകൾ ജംഭാരി വൈരിപ്പു അമ്പമില്ലേതുമേ ജൃംഭാസമാരംഭമോടുമുണർന്നിതു സംഭ്രമിച്ചോടിനാരാശരവീരരും കുംഭസഹസ്രം നിറച്ചുള്ള മധ്യവും കുംഭസഹസ്രം നിറച്ചുള്ള രക്തവും സംഭോജ്യമന്യവും കുന്നുപോലെ കണ്ടൊരിമ്പം അടർന്നെഴുന്നേറ്റിരുന്നീടിനാൻ ദ്രവ്യങ്ങളാദിയായി മറ്റുപജീവന ദ്രവ്യമെല്ലാം ഭുജിച്ചാനന്ദചിത്തനായി ശുദ്ധമാചമനവും ചെയ്തിരിക്കും വിധൗ ഭൃത്യജനങ്ങളും വന്നു വണങ്ങിനാർ കാര്യങ്ങളെല്ലാം അറിയിച്ചുണർത്തിയ ആരണവും ഏറ്റു പങ്ക്തി കണ്ടാനുജൻ എങ്കിലോ വൈരികളെ കൊല ചെയ്തു ഞാൻ സങ്കടം തീർത്തു വരുവനെന്നിങ്ങനെ ചൊല്ലി പുറപ്പെട്ട നേരം മഹോദരൻ മെല്ലെ തൊഴുതു പറഞ്ഞാനതു നേരം ജ്യേഷ്ഠനെ കണ്ടു തൊഴുതു വിടവാങ്ങി വാട്ടം വരാതെ പോയിക്കൊള്ളുക നല്ലതു ഏവം മഹോദരൻ ചൊന്നതു കേട്ടവൻ രാവണൻ തന്നെയും ചെന്നു വണങ്ങിനാൻ ഗാഠമായാലിംഗനം ചെയ്തിരുത്തിനാനൂഢമോദം നിജ സോദരൻ തന്നെയും ചിത്തേ ധരിച്ചതില്ലോർക്ക നീ കാര്യങ്ങൾ വൃത്താന്തമെങ്കിലോ ഏട്ടാലു വിമിന്നിടോ സോദരി തന്നെ നാസാഭുജങ്ങളെ ഛേദിച്ചതിന്നു ഞാൻ ജാനകീ ദേവിയെ ശ്രീരാമലക്ഷ്മണന്മാരറിയാതെ കണ്ടാരാമസീമനെ കൊണ്ടങ്ങു വച്ചിടിനേൻ വാരിധിയിൽ ചിറ എത്തി അടന്നവൻ പോരിനു വാനരസേനയുമായി വന്നു ഒന്നാൻ പ്രഹസ്താദികളെ പലരെയുമെണ്ണിയുമെയ്തു മുറിച്ചാൻ ചിതശ്രമം കൊല്ലാതെ ഒന്നയച്ചാനതു കാരണമല്ലൽ മുഴുത്തു ഞാൻ നിന്നെ ഉണർത്തിനേൻ മാനവന്മാരെയും വാനരന്മാരെയും ഒന്നു നീ എന്നെ രക്ഷിച്ചു കൊള്ളേണമേ എന്നതു കേട്ടു ചൊന്നാൻ കുംഭകർണനും നന്നു നന്നെത്രയും നല്ലതേ നല്ലുകേൾ നല്ലതു തീയതും താനറിയാതവൻ നല്ലതറിഞ്ഞു ചെല്ലുന്നവൻ ചൊല്ലുകൾ നല്ലവണ്ണം കേട്ടുകൊള്ളു ഇതു നല്ലതല്ലാതവർ ഉണ്ടോ നല്ലതുണ്ടാകുന്നു
സീതയെ രാമനു നൽകു എന്നിങ്ങനെ സോദരൻ ചൊന്നാനതിനു കോപിച്ചു നീ. ആട്ടി അളഞ്ഞതു നന്നോർത്തു കാൺ. നാട്ടിൽ നിന്നാശു വാങ്ങി ഗുണമൊക്കവേ നല്ലവണ്ണം വരും ആലമല്ലെന്നതും ചൊല്ലാമതു കൊണ്ടു കുറ്റമല്ലതോ. നല്ലതൊരുത്തരാലും വരുത്താവതല്ലല്ലൽ വരുത്തുമാപത്തണയുന്ന നാൾ. കാലദേശാവസ്ഥകളും നയങ്ങളും മൂലവും വൈരികൾ ആലവും വീര്യവും ശത്രുമിത്രങ്ങളും മധ്യസ്ഥ പക്ഷവുമർത്ത പുരുഷ ആരാധി ഭേദങ്ങളും നാലുപായങ്ങളുമാറു നയങ്ങളും മേലിൽ വരുന്നതുമൊക്കെ നിരൂപിച്ചു. പഥ്യം പറയുമമാത്യനുണ്ടെങ്കിലോ ഭർതൃസൗഖ്യം വരും കീർത്തിയും വർദ്ധിക്കും. ഇങ്ങനെയുള്ളൊരമാത്യധർമ്മം വെടിഞ്ഞെങ്ങനെ രാജാവിനിഷ്ടമെന്നാലതു കർണസുഖം വരുമാറു പറഞ്ഞു കൊണ്ടമ്പനോഭിമാനവും ഭാവിച്ചു. മൂലവിനാശം വരുമാറു നിത്യവും മൂഢരായുള്ളോരമാത്യ ജനങ്ങളിൽ നല്ലതു കാക്കോളമെന്നതു ചൊല്ലുവോരള്ളിൽ വിഷമുണ്ടവർ എന്നില്ലല്ലോ. മൂഢരാം മന്ത്രികൾ ചൊല്ലുകേട്ടിടുകിൽ നാടുമായുസ്സും കുലവും നശിച്ചു പോം. നാദഭേദം കേട്ടു മോഹിച്ചു ചെന്നു ചേർന്നാഭിമുഴുത്തു മരിക്കും മൃഗകുലം. അഗ്നിയെ കണ്ടു മോഹിച്ചു ശലഭങ്ങൾ മഗ്നരായ അഗ്നിയിൽ വീണു മരിക്കുന്നു. മത്സ്യങ്ങളും രസത്തിങ്കൽ മോഹിച്ചു ചെന്നത്തിൽ പെടുന്ന ബളിശം ഗ്രസിക്കയാൽ ആഗ്രഹമൊന്നിങ്കലേറിയാലാപത്തു പോകുവാനാവതല്ലാതവണ്ണം വരും. നമ്മുടെ വംശത്തിനും നല്ല നാട്ടിനും ഉന്മൂലനാശം വരുത്തുവാനായല്ലോ ജാനകി തന്നിലൊരാശയുണ്ടായതും ഞാനറിഞ്ഞേനതു രാത്രിഞ്ചരാധിപ. ഇന്ദ്രിയങ്ങൾക്കു വംശനായി പിരിപ്പവനെന്നുമാപത്തൊഴിഞ്ഞില്ലെന്നു നിർണയം. ഇന്ദ്രിയഗ്രാമം ജയിച്ചിരിക്കുന്നവനൊന്നു കൊണ്ടും വരാ നൂനമാപത്തുകൾ. നല്ലതല്ലെന്നറിഞ്ഞിരിക്കേ ബലാൽ ജന്മൊന്നിങ്കലൊരുത്തനഭിരുചി പൂർവജന്മാർജിതവാസനയാൽ അതിനാവതല്ലേതുമതിൻ വശനായി വരും. ഇന്നാലതിങ്കൽ നിന്നാശു മനസ്സിനെ തന്നുടെ ശാസ്ത്രവിവേകോപദേശങ്ങൾ കൊണ്ടു വിധേയമാക്കി കൊണ്ടിരിപ്പവനുണ്ടോ ജഗത്തിങ്കലാരാനുമോർക്കനേ. മുന്നും വിചാരകാലേ ഞാൻ ഭവനോടു തന്നെ
മുന്നേ പറഞ്ഞതില്ലേ ഭവിഷ്യൽ ഫലം. ഇപ്പോൾ ഉപഗതമായി വന്നതീശ്വര കൽപ്പിതമാർക്കും തടുക്കുവതല്ലല്ലോ. മാനുഷനല്ല രാമൻ പുരുഷോത്തമൻ, നാനാജഗന്മയൻ നാരായണൻ പരൻ. സീതയാവുന്നതു യോഗമായാ ദേവി ചേതസി നീ ധരിച്ചിടു എന്നിങ്ങനെ നിന്നോടു തന്നെ പറഞ്ഞു തന്നിലയോ മന്നവാ മുന്നമേ എന്തതോരാഞ്ഞതും. ഞാനൊരു നാൾ വിശാലായാം യഥാസുഖം ആനനാന്തേ നരനാരായണാശ്രമേ വാഴുന്ന നേരത്തു നാരദനെ പരിതോഷേണ കണ്ടു നമസ്കരിച്ചിടിനേൻ. ഏതൊരു ദിക്കിൽ നിന്നാഗതനായി തെന്നാദരോടരുൾ ചെയ്ക മഹാമുനി. എന്തൊരു വൃത്താന്തമുള്ളു ജഗത്തിങ്കലന്തരും കൂടാതരുൾ ചെയ്യെന്നെല്ലാം ചോദിച്ച നേരത്തു നാരദനെന്നോടു സാദരം ചെന്നാനുദന്തങ്ങളൊക്കവേ രാവണ പീഡിതന്മാരായി ചമഞ്ഞൊരു ദേവകളും മുനിമാരും ഒരുമിച്ചു ദേവദേവേശനാ വിഷ്ണു ഭഗവാനെ സേവിച്ചുണർത്തിച്ചു സങ്കടമൊക്കവേ. ത്രൈലോക്യകണ്ഠനായ രാവണൻ പൗലസ്ത്യപുത്രനതീവ ദുഷ്ടൻ ഖലൻ ഞങ്ങളെയെല്ലാം ഉപദ്രവിച്ചിടുന്നിതെങ്ങുമിരിക്കരുതാതെ ചമഞ്ഞിതു. മർത്യനാലെന്നിയെ മൃത്യുവില്ലെന്നതു മുക്തം വിരിഞ്ചനാൾ മുന്നമേ കൽപ്പിതം. മർത്യനായി തന്നെ പിറന്ന ഭവാനിനി സത്യധർമ്മങ്ങളെ രക്ഷിക്കവേണമേ. ഇതമുണർത്തിച്ച നേരം മുകുന്ദനും ചിത്ത ആരുണ്യം അലർന്നരുളി ചെയ്തു. പൃഥ്വിയിൽ ഞാൻ അയോധ്യയാം ദശരഥപുത്രനായി വന്നു പിറന്നിനി സത്വരം. നത്തഞ്ചരാധിപൻ തന്നെയും നിഗ്രഹിച്ചത്തൽ തീർത്തിടുവാനിത്രിലോകത്തിങ്കൽ സത്യ സങ്കൽപ്പനാമീശ്വരൻ തന്നെ ശക്തിയോടും കൂടി രാമനായി വന്നതും നിങ്ങളെയെല്ലാം ഒടുക്കുവനിനി മംഗളം വന്നു കൂടും ജഗത്തിങ്കലും എന്നരുൾ ചെയ്തു മറഞ്ഞു മഹാമുനി. നന്നായി നിരൂപിച്ചു കൊള്ളമാനസേ രാമൻ പരബ്രഹ്മമായ സനാതനൻ കോമളനിന്ദീവരദള ശ്യാമളൻ മായാമനുഷ്യവേഷം പൂണ്ട രാമനെ ആയേന വാചാ മനസി ഭജിക്ക നീ. ഭക്തി കണ്ടാൽ പ്രസാദിക്കും രഘോത്തമൻ ഭക്തിയല്ലോ മഹാജ്ഞാനമാതാവേതോ. ഭക്തിയല്ലോ സദാ മോക്ഷപ്രദായിനി. ഭക്തിഹീനന്മാർക്കു കർമ്മവും നിഷ്ഫലം. സംഖ്യയില്ലാതോളമുണ്ടവതാരങ്ങൾ
ശങ്കയെല്ലാം അകലെ കളഞ്ഞിടുവാൻ. രാമാവതാര സമമല്ലതൊന്നുമേ നാമജപത്തിനാലേ വരും മോക്ഷവും. ജ്ഞാനസ്വരൂപനാകുന്ന ശിവൻ പരൻ മാനുഷ ആരനാം രാമനാകുന്നതും. താരക ബ്രഹ്മമെന്നത്രേ ചൊല്ലുന്നതും ശ്രീരാമദേവനെ തന്നെ ഭജിക്ക നീ. രാമനെ തന്നെ ഭജിച്ചു വിദ്വഞ്ജനമാമയം നൽകുന്ന സംസാരസാഗരം ലംഘിച്ചു രാമപാദത്തെയും പ്രാപിച്ചു സങ്കടം തീർത്തു കൊള്ളുന്നിതു സന്തതം. ബുദ്ധതത്വന്മാർ നിരന്തരം രാമനെ ചിത്താംബുജത്തിങ്കൽ നിത്യവും ധ്യാനിച്ചു. തച്ചരിത്രങ്ങളും ചൊല്ലി നാമങ്ങളും ഉച്ചരിച്ചാത്മനാത്മനാ കണ്ടു കണ്ടച്യുതനോടു സായോജ്യവും പ്രാപിച്ചു. നിശ്ചലാനന്ദേലയിക്കൊന്നിതന്യോഹം മായാവിമോഹങ്ങളെല്ലാം കളഞ്ഞുടൻ നീയും ഭജിച്ചു കൊൾ ആനന്ദമൂർത്തിയെ. സോദരനേവം പറഞ്ഞതു ഏതതിക്രോധം മുഴുത്തു ദശാസ്യനും ചൊല്ലിനാൻ. ജ്ഞാനോപദേശമെനിക്കു ചെയ്യുവാനല്ല ഞാനിന്നുണർത്തി വരുത്തി യഥാസുഖം. നിന്ദ്രയെ സേവിച്ചു കൊള്ളുക നീ എത്രയും ബുദ്ധിമാനെന്നറിഞ്ഞതുമെന്നറിഞ്ഞേനഹം. വേദശാസ്ത്രങ്ങളും കേട്ടുകൊള്ളാമിനി ഖേദമകന്നു സുഖിച്ചു വാഴുന്ന നാൾ. ആമെങ്കിലാശു ചെന്നായോധനം ചെയ്തു രാമാദികളെ വധിച്ചു വരിക നീ. അഗ്രജൻ വാക്കുകളിത്തരും കേട്ടളവുഗ്രനാം കുംഭകർണൻ നടന്നിടിനാൻ. വ്യഗ്രവും കൈവിട്ടു യുദ്ധേരുഗോത്തമൻ നിഗ്രഹിച്ചാൽ വരും മോക്ഷമെന്നോർത്തവൻ. പ്രാകാരമും നടന്നു തുംഗശൈലരാജാകാരമോടലറി കൊണ്ടതീന്ദ്രുതം. 1000 ഭാരമിരുമ്പു കൊണ്ടുള്ള തന്നായുധമായുള്ള ശീലം കൈക്കൊണ്ടു വാനരസേനയിൽ പൊക്കോരു നേരത്തു വാനരവീരരെല്ലാവരും ഓടിനാർ. കുംഭകർണൻ വരവു കണ്ടാകുലാൽ സംഭ്രമം പൂണ്ടു വിഭീഷണൻ തന്നോടു വൻപുള്ള രാക്ഷസസേവനിവൻ പറ അമ്പരത്തോളമുയരമുണ്ടത്ഭുതം. ഇതം രഘുത്തമൻ ചോദിച്ചളവതിനുത്തരമാശു വിഭീഷണൻ ചൊല്ലിനാൻ. രാവണ സോദരൻ കുംഭകർണൻ മമ പൂർവജനെത്രയും ശക്തിമാൻ ബുദ്ധിമാൻ ദേവകുലാന്തകൻ. നിദ്രാവശനിവനാവതില്ലാർക്കുമേറ്റാൽ ജയിച്ചിടുവാൻ. തച്ചരിത്രങ്ങളെല്ലാം അറിയിച്ചു ചെന്നിച്ചയാ പൂർവജൻ
വിഭീഷണൻ ഞാൻ ഭവദ്ഭക്തിമാൻ പ്രീതി പൂണ്ടെന്നെ അനുഗ്രഹിക്കണമേ. സീതയെ നൽകുക രാഘവനെന്നു ഞാൻ ആദരപൂർവമാവോളമപേക്ഷിച്ചേ. ഖഡ്ഗവും കൈകൊണ്ടു നിഗ്രഹിച്ചിടുവാനുഗ്രതയോട് മടുത്തു കണ്ടു ഞാൻ ഭീതനായി നാലമാത്യന്മാരുമായി പോന്നു. സീതാപതിയെ ശരണമായി പ്രാപിച്ചേ. ഇതം വിഭീഷണവാക്കുകൾ കേട്ടവൻ ചിത്തം ഉണർത്തു പുണർന്നാനനുജനെ. പിന്നെ പുറത്തു തലോടി പറഞ്ഞിതു, ധന്യനല്ലോ ഭവാനില്ല ഇല്ലേതുമേ. ജീവിച്ചിരിക്ക പല കാലമൊഴിയിൽ സേവിച്ചു കൊള്ളുക രാമപാദാംബുജം. നമ്മുടെ വംശത്തെ രക്ഷിപ്പതിന്നു നീ നിർമ്മലൻ ഭാഗവതോത്തമനെത്രയും നാരായണ പ്രിയനെത്രയും നീയെന്നു നാരദൻ തന്നെ പറഞ്ഞു ഏതേനഹം. മായാമയമി പ്രപഞ്ചമെല്ലാം ഇനി പോയാലുമെങ്കിൽ നീ രാമപാദാന്തികേ എന്നതോ കേട്ടഭിവാദ്യവും ചെയ്തഭിഖിന്നനായി ബാഷ്പവും വാർത്തു വാങ്ങിയിടിനാൻ. രാമപാർശ്വം പ്രാപ്യ ചിന്താവിവശനായി ശ്രീരാമൻ വിഭീഷണൻ നിൽക്കും ദശാന്തരെ. ഹസ്തപാദങ്ങളാൽ മർക്കടവീരരെ ക്രുദ്ധനായൊക്കെ മുടിച്ചു തുടങ്ങിനാൻ. പേടിച്ചടുത്തു കൂടാഞ്ഞു കവികളുമോടി തുടങ്ങിനാർ നാനാദിഗന്ധരെ. മന്ദഹസ്തേന്ദ്രനെ പോലെ കവികളെ 100,000 കൊന്നാനരക്ഷണാൽ. മർക്കടരാജനതു കണ്ടൊരു മല കൈകൊണ്ടെറിഞ്ഞതു മാറിൽ തടുത്തവൻ. കുത്തിനാൻ ശൂലമെടുത്തതു കൊണ്ടതിവിസ്തൃതനായി വീണു മോഹിച്ചിതർക്കജൻ. അപ്പോൾ അവനെയും ഓടെടുത്തു കൊണ്ടുൽപ്പന്നമോദം നടന്നു നിശാചരൻ. യുദ്ധേ ജയിച്ചു സുഗ്രീവനെയും കൊണ്ടു നക്തഞ്ചരേശ്വരൻ ചെല്ലുന്ന നേരത്തു നാരീജനം മഹാപ്രാസാദമേറി നിന്നാരൂഢമോദം പനിനീരിൽ മുക്കിയ മാല്യങ്ങളും കളഭങ്ങളും തൂയിനാലാരസ്യമാശു തീർന്നിടുവാനാദരാൽ. മർക്കടരാജനതേറ്റു മോഹം വെടിഞ്ഞുൽക്കടരോക്ഷേണ മൂക്കും ചെവികളും ദന്തനഖങ്ങളെ കൊണ്ടു മുറിച്ചു കൊണ്ടന്തരീക്ഷേ പാഞ്ഞു പോനാനതീദ്രുതം. ക്രോധവമേറ്റം അഭിമാനഹാനിയും ഭീതിയും ഉൾക്കൊണ്ടൊരത്താഭിഷിക്തനായി പിന്നെയും വീണ്ടും വരുന്നതു കണ്ടതി സന്നദ്ധനായടുത്തു സുമിത്രാത്മജൻ. പർവ്വതത്തിന്മേൽ മഴ പൊഴിയും വണ്ണ് ദുർവാരബാണഗണം പൊഴിച്ചിടിനാൻ. 100,000 വാനരന്മാരെയും വക്രത്തിലാക്കിയടിക്കും അവനുടൻ. അർണനാസാവിലത്തോടെ പുറപ്പെടും പിന്നെയും വാരി വിഴുങ്ങുമവൻ തഥാ.
ലക്ഷ്മണൻ തന്നെ ഉപേക്ഷിച്ചു സത്വരം രാഘവൻ തന്നോടടുത്താനതു കണ്ടു. വേഗേന ബാണം പൊഴിച്ചു രഘുത്തമൻ. ദക്ഷിണഹസ്തവും ശൂലവും രാഘവൻ തൽക്ഷണേ ബാണമേതാശു ഖണ്ഡിക്കയാൽ യുദ്ധാംഗണേ വീണു വാനരവൃന്ദവും നത്തഞ്ജനന്മാരുമൊത്തു മരിച്ചിതു. വാമഹസ്തേ മഹാസാലവും കൈക്കൊണ്ടു രാമനോടേറ്റമടുത്തു നിശാചരൻ. ഇന്ദ്രാസ്ത്രമേതു ഖണ്ഡിച്ചാനതു വീണു മിന്ദ്രാരികൾ പലരും മരിച്ചിടിനാൻ. ബന്ധകോപത്തോടലറിയടുത്തിതു നത്തഞ്ചരാധിപൻ പിന്നെയുമന്നേരം. അർദ്ധചന്ദ്രാകാരമായ രണ്ടമ്പ് കൊണ്ടു തുംഗപാദങ്ങളും മുറിച്ചിടിനാൻ. വസ്ത്രവുമേറ്റും പിളർന്നു വിഴുങ്ങുവാൻ നത്തഞ്ചരേന്ദ്രൻ ഉദിച്ചടുക്കുന്നേരം. പത്രികൾ വായിൽ നിറച്ചു രഘുത്തമൻ വൃത്രാരിദേവതമായി വിളങ്ങിടിനോരസ്ത്രമേയിത്തു തങ്കമാംഗത്തെയും ഖണ്ഡിച്ചു. വൃത്രാരിതാനും തെളിഞ്ഞാനതു നേരം ഉത്തമാംഗം പുരദ്വാരി വീണു മുറിഞ്ഞത്തിയിൽ വീണിതു ദേഹവുമന്നേരം. സിദ്ധഗന്ധർവ വിന്ധ്യാധരഗുഹ്യ അയക്ഷ ഭുഞ്ജംഗ കാപ്സസരോ വൃന്ദവും ഇന്ദ്രചാരണ പുരുഷന്മാരും പന്നഗതാപസ ദേവസമൂഹവും പുഷ്പവർഷം ചെയ്തു ഭക്ത്യാ പുകഴ്ത്തിനാർ ചിൽപുരുഷം പുരുഷോത്തമമന്വയും. ദേവമുനീശ്വരൻ പുരുഷോത്തമ നാരദനും തഥാ സേവാർത്ഥമൻപോടവതരിച്ചിടിനാൻ. രാമം ദശാരഥനന്ദനനുൽപ്പലശ്യാമളം കോമളം ബാണധനുർധരം പൂർണ്ണചന്ദ്രാനാനം കാരുണ്യപീയൂഷപൂർണസമുദ്രം മുകുന്ദം സദാശിവം. രാമം ജഗദഭിരാമമാത്മാ രാമമാമോദമാർന്നു പുകഴ്ന്നു തുടങ്ങിനാൻ. സീതാപദേ രാമ രാജേന്ദ്ര രാഘവ ശ്രീധരാ ശ്രീനിധേ ശ്രീപുരുഷോത്തമ ശ്രീരാമദേവദേവേശ ജഗന്നാഥ നാരായണാഖിലധാര നമോസ്തുതേ. വിശ്വസാക്ഷിൻ പരമാത്മൻ സനാതന വിശ്വമൂർത്തേ പരം ബ്രഹ്മമേ ദൈവമേ ദുഃഖസുഖാദികളെല്ലാം അനുദിനം കൈക്കൊണ്ടു മായയാ മാനുഷാഹാരനായി ശുദ്ധതത്വജ്ഞനായി ജ്ഞാനസ്വരൂപനായി സത്യസ്വരൂപനായി സർവലോകേശനായി സത്വങ്ങളുള്ളിലെ ജീവസ്വരൂപനായി സത്വപ്രധാന ഗുണപ്രിയനായി സദാ വ്യക്തനായ അവ്യക്തനായതി സ്വസ്ഥനായി നിഷ്കളനായി നിരാകാരനായി ഇങ്ങനെ നിർഗുണനായി നിഗമാമന്ദവാക്യാർത്ഥമായി ചിത്കാനമാത്മാവായി ശിവനായി നിരീഹനായി
ചക്ഷുർനിമീലനം കൊണ്ടു സംഹാരവും രക്ഷയും നാനാവിധാവതാരങ്ങളാൽ ശിക്ഷിച്ചു ധർമ്മത്തെയും പരിപാലിച്ചു നിത്യം പുരുഷ പ്രകൃതി ആലാഖ്യനായി ഭക്തപ്രിയനാം പരമാത്മനേ നമഃ. യാതൊരാത്മാവിനെ കാണുന്നിതെപ്പോഴും ചേതസി താപസേന്ദ്രന്മാർ നിരാശയാ തൽസ്വരൂപത്തിനാൽ കൊണ്ടു നമസ്കാരം ചിത്സ്വരൂപ പ്രഭോ നിത്യം നമോസ്തുതേ. നിർവികാരം വിശുദ്ധജ്ഞാനരൂപിണം സർവലോകാധാരമാദ്യം നമോ നമഃ. തൊൽപ്രസാദം കൊണ്ടൊഴിഞ്ഞു മറ്റൊന്നിനാൽ തൊൽബോധമുണ്ടായി വരികയുമില്ലല്ലോ. തൊൽപാദപത്മങ്ങൾ കണ്ടു സേവിപ്പതിനിപ്പോളമെനി അവകാശമുണ്ടായതും ചിൽപുരുഷ പ്രഭോ നിൻ കൃപാവൈഭവമെപ്പോഴും എന്നുള്ളിൽ വാഴ്ക ജഗൽപദേ. കോപ കാമദ്വേഷ മത്സര കാർപ്പണ്യലോഭമോഹാദി ശത്രുക്കളുണ്ടായാൽ മുക്തിമാർഗങ്ങളിൽ സഞ്ചരിച്ചിടുവാൻ ശക്തിയുമില്ല നിൻ മായാബലവശാൽ. ത്വൽ അധാപീയുഷപാനവും ചെയ്തുകൊണ്ടുൾക്കാമ്പിൽ നിന്നെയും ധ്യാനിച്ചാനനാരതം. തൊൽപൂജയും ചെയ്തു നാമങ്ങളുച്ചരിച്ച് പ്രപഞ്ചത്തിങ്കലൊക്കെ നിരന്തരം നിൻ ചരിതങ്ങളും പാടി വിശുദ്ധനായി സഞ്ചരിപ്പാനായി അനുഗ്രഹിക്കണമേ. രാജരാജേന്ദ്ര രഘുകുലനായക രാജീവലോചന രാമ രമാപദേ. പാതിയും പോയതു ഭൂഭാരമിന്നു നീ ബാധിച്ച കുംഭകർണ്ണൻ തന്നെ കൊല്ലുകയാൽ. ഭോഗീന്ദ്രനാഹിയ സൗമിത്രിയും നാളെ മേഘനിദാനനെ കൊല്ലുമായോധനെ. പിന്നെ മറ്റേ നാൾ ദശഗ്രീവനെ ഭവാൻ കൊന്നു ജഗത്രയം രക്ഷിച്ചു കൊള്ളുക. ഞാനിനി ബ്രഹ്മലോകത്തിനു പോകുന്നു മാനവവീര ജയിക്ക ജയിക്ക നീ. ഇതം പറഞ്ഞു വണങ്ങി സ്തുതിച്ചതിഭക്തിമാനാകിയ നാരദനും തഥാ രാഘവനോടും അനുവാദവും കൈക്കൊണ്ടു വേഗേന പോയി മറഞ്ഞിടിനാനന്നേരം. കുംഭകർണ്ണൻ മരിച്ചൊരു വൃത്താന്തവും അമ്പം വരുമാറു കേട്ടു ദശാനനൻ. മോഹിച്ചു ഭൂമിയിൽ വീണു പുനരുടൻ മോഹമും തീർന്നു മുഹൂർത്തമാത്രം കൊണ്ടു. പിന്നെ പലതരം ചൊല്ലി വിലപിച്ചു കിന്നനായൊരു ദശഗ്രീവനെ തഥാ ചെന്നു തൊഴുതു പറഞ്ഞു ത്രിശിരസ്സും ഉന്നതനായോരതികായ വീരനും ദേവാന്തകനും നരാന്തകനും മുഹുരേമം മഹോദരനും മഹാപാർശ്വനും മക്തനുന്മക്തനുമൊരുമിച്ചതിശക്തിയേറിടും നിശാചര വീരന്മാർ
8 പേരും സമരത്തിനൊരുമ്പെട്ടു. ദുഷ്ടനാം രാവണൻ തന്നോടു ചൊല്ലിനാർ, ദുഃഖിപ്പതിനെന്തു കാരണം? ഞങ്ങൾ ചെന്ന എരിപുക്കളെ കൊന്നുവരാമല്ലോ. യുദ്ധത്തിനായി അയച്ചിടുകിൽ ഞങ്ങളെ, ശത്രുക്കളാലൊരു പീഡയുണ്ടായി വരാ. എങ്കിലോ നിങ്ങൾ പോയി ചെന്നു യുദ്ധം ചെയ്തു സങ്കടം തീർക്കെന്നു ചൊന്നാൻ ദശാനനൻ. കണ്ടുകൂടാത്തോളമുള്ള പെരുമ്പടയുണ്ടതും കൊണ്ടുപോയി കൊഴുവിനെല്ലാവരും. ആയുധവാഹന ഭൂഷണജാലവുമാവോളവും കൊടുത്താ ദശ അന്ധരൻ. വെള്ളം കണക്കെ പരന്ന പെരുമ്പടയ്ക്കുള്ളിൽ മഹാരഥന്മാരവരൻ വരും. പോർക്കു പുറപ്പെട്ടു ചെന്നതു കണ്ടളവു ഓടടുത്തു അഭിപ്രവരന്മാരും. സംഖ്യയില്ലാതോളമുള്ള പെരുമ്പടവൻ കടൽ പോലെ പരന്നതു കണ്ടന്നാന്തകൻ വീട്ടിലാക്കിയിടിനാൻ. സത്വരമെന്തൊരു വിസ്മയം ചൊല്ലാവതല്ലേതു. കല്ലും മലയും കരങ്ങളും കൈക്കൊണ്ടു ചെല്ലുന്ന വീരരോടേറ്റു നിശാചരർ. കൊല്ലുന്നിതാശു അഭിവരന്മാരെയും നല്ല ശസ്ത്രാസ്ത്രങ്ങൾ തൂകി ക്ഷണാന്തരേ. വാരണവാജിരഥങ്ങളും കാലാളും ദാരുണന്മാരായ രാക്ഷസവീരരും വീണു മരിച്ചുള്ള ചോരപ്പുഴകളും കാണായിതു പലതായൊലിക്കുന്നതും. അന്തമില്ലാതെ അബദ്ധങ്ങളും പലതന്തിയേ നൃത്തമാടി തുടങ്ങി ബലാൽ. രാക്ഷസരൊക്കെ മരിച്ചതു കണ്ടിതിരൂക്ഷതയോടു മടുത്താൻ നരാന്തകൻ. കുന്തവുമേന്തി ഉദിരപ്പുറമേറിയന്തകനെ പോലെ വേങ്കാലടുത്തപ്പോൾ അംഗദൻ മുഷ്ടികൾ കൊണ്ടവൻ തന്നോട് ഭംഗം വരുത്തിയമപുരത്തിനാൻ. ദേവാന്തകനും പരിഖവുമായി വന്നു ദേവേന്ദ്രപുത്രതനോടേറ്റിതു. വാരണമേറി മഹോദര വീരരും തേരിലേറി ത്രിശിരസ്സുമണിഞ്ഞിതു. മൂവരോടും പൊരുതീടിനാനന്ദൻ. ദേവാദികളും പുകഴ്ത്തിനാനന്നേരം. കണ്ടു നിൽക്കും വായുപുത്രനും നീലനും മണ്ടി വന്നാശു തുണച്ചാരതു നേരം. മാരുതി ഒന്നിതു ദേവാന്തകനെയും വീരനാം നീലൻ മഹോദരൻ തന്നെയും ശൂരനാകും ത്രിശിരസിൻ തലകളെ മാരുതി വെട്ടി കളഞ്ഞു കൊന്നിടിനാൻ. വന്നു പൊരുതാൻ മഹാപാർശനന്നേരം ഒന്നു കളഞ്ഞാൻ ശ്രവൻ മഹാബലൻ. മത്തനുന്മത്തനും മരിച്ചാർ അഭിസപ്തമന്മാരോടെതിർത്തതീ സത്വരം. വിഷയീകവീരനദിക്കായനന്നേരമശ്വങ്ങളായിരം പൂട്ടിയ തേരതിൽ ശസ്ത്രാസ്ത്രജാലം നിറച്ചു വില്ലും ധരിച്ചസ്ത്രജ്ഞത്യർത്ഥവുമുദ്ധത ചിത്തനായി യുദ്ധത്തിനായി ചെറുഞാണൊലിയുമിട്ടു. മത്തഞ്ച ശ്രേഷ്ഠപുത്രനടുത്തപ്പോൾ
നിൽക്കരുതാഞ്ഞു ഭയപ്പെട്ടു വാനരൊക്കെ വാൾ പൊങ്ങിച്ചു മണ്ടി തുടങ്ങിനാർ. സാമർഥ്യമേറെയുള്ളോരതി ആയനെ സൗമിത്രി ചെന്നു ചെറുത്താനതു നേരം. ലക്ഷ്മണ ബാണങ്ങൾ ചെന്നടുക്കും വിധോ തൽക്ഷണേ പ്രത്യങ്മുഖങ്ങളായി വീണുപോം. ചിന്ത മുഴുത്തോതുമാവതല്ലാഞ്ഞേറ്റ മന്ഥനായി സൗമിത്രി നിൽക്കുന്നതു നേരം. മാരുതദേവനും മാനുഷനായി വന്നു സാരനാം സൗമിത്രിയോടു ചൊല്ലിയിടിനാൻ. പണ്ടു വിരിഞ്ചൻ കൊടുത്തൊരു കഞ്ചുകമുണ്ടതോ കൊണ്ടിവനില്ലേയുധം. ധർമ്മത്തെ രക്ഷിച്ചു കൊള്ളുവാനിന്നിനി ബ്രഹ്മാസ്ത്രമേതിവൻ തന്നെ വധിക്ക നീ. പിന്നെ നിന്നാൽ വധിക്കപ്പെടുമിന്ദ്രജിത്തുന്നതനായ ദശാനനൻ തന്നെയും കൊന്നു പരിപാലിക്കും ജഗത്രയും രാഘവനെന്നു പറഞ്ഞു മറഞ്ഞു സമീരണൻ. ലക്ഷ്മണനും നിജപൂർവജൻ തൻ പദമുൾ ആമ്പിൽ നന്നായുറപ്പിച്ചു വന്ദിച്ചു പുഷ്പഹര സംഭവബാണം പ്രയോഗിച്ചു. തക്ഷണേ കണ്ഠം മുറിച്ചാനതു നേരം ഭൂമൗ പതിച്ചോരതികായ മസ്തകമാമോദമുൾ കൊണ്ടടുത്തു അഭിഉലം. രാമാദിയെ വച്ചു കൈതൊഴുതീടിനാരാമയം പൂണ്ടു ശേഷിച്ച് രക്ഷോഗണം. രാവണനോടറിയിച്ചൊരവസ്ഥകൾ ഹാ വിധിയെന്നലറിദശകണ്ഠനും. മക്കളും തമ്പിമാരും മരുമക്കളുമുൾക്കരുത്തേറും പണനായകന്മാരും മന്ത്രികളും മരിച്ചിടിനാരേറ്റവരിന്തിനു നല്ലതു ശങ്കരാ ദൈവമേ. ഇതം വിലപിച്ചു നേരത്തു ചെന്നിന്ദ്രജിത്തും നമസ്കരിച്ചിടിനാൻ താതനെ. ഖേദമുണ്ടാകരുതേതുമേ മാനസേ, താതനു ഞാനിഹ ജീവിച്ചിരിക്കവേ ശത്രുക്കളെ കൊല ചെയ്തു വരുന്നതുണ്ടലും തീർത്തിരുന്നിരുന്നരുളേണമേ. സ്വസ്ഥനായി വാഴുക ചിന്തയും കൈവിട്ടു യുദ്ധേ ജയിപ്പാനനുഗ്രഹിക്കേണമേ എന്നതു കേട്ടു തനയനെയും പുണർന്നിന്നേ സുഖമേ ജയിച്ചു വരിക നീ. വൻപനാം പുത്രനും കുമ്പിട്ടു നാഥനെ തൻ പടയോടു നടന്നു തുടങ്ങിനാൻ. ശംഭുപ്രസാദം വരുത്തുവാനായി ചെന്നു ജംബാരിജിത്തും നിഹുംബിലാപ്പു ഇതു. സംഭാരജാലവും സമ്പാദ്യ സാദരം സംഭാവ്യ ഹ്യോമമാരംഭിച്ചിതന്നേരം. രക്തമാല്യാംബരഗന്ധാനുലേപനയുക്തനായി തത്ര ഗുരുപദേശാനിതം. ഭക്തി മൂണ്ടു ജ്വലിപ്പിച്ചഗ്നിദേവനെ ശക്തി തനിക്കു വർദ്ധിച്ചു തരുവാനായി നത്തഞ്ജരാധിപുത്രനുമെത്രയും വ്യക്തവർണ്ണസ്വരമന്ത്ര പുരസ്കൃതം കർത്തവ്യമായുള്ള കർമ്മം കഴിച്ചത ചിത്രഭാനുപ്രസാദത്താലതീദ്രുതം. ശസ്ത്രാസ്ത്ര ചാപരഥാദികളോണു മന്ത്രധനാവിദ്യയും ലബ്ധ്വാ നിരാകുലം
ഹോമസമാപ്തി വരുത്തി പുറപ്പെട്ടു ബ്രാഹ്മാദികളോടു പോരിനായാശരൻ. പോർക്കളും ഒരു നേരം കവികളും രാക്ഷസരെ ഞെരുട്ടാർ തുടലോടിനാർ. മേഘജാലം വർഷിക്കുന്നത് പോലെ മേഘനാഥൻ കണ തൂയിത്തുടങ്ങിനാൻ. പാഷാണ പർവ്വത വൃക്ഷാദികൾ കൊണ്ടു ഭീഷണന്മാരായ വാനരവീരരും ദാരുണമായി പ്രഹരിച്ചു തുടങ്ങിനാർ. വാരണവാജി പദാതിരഥികളും അന്തകൻ പുരിയിൽ ചെന്നു അവർ അന്തം വരുന്നതു കണ്ടൊരു രാവണി സന്താപമോടു മന്ത്രദാനവും ചെയ്തു സന്തതം പൂയിനാൻ ബ്രഹ്മാസ്ത്രസഞ്ചയം. വൃക്ഷങ്ങൾ വെന്തു മുറിഞ്ഞു വീഴും വന്ന വൃക്ഷപ്രവരന്മാർ വീണു തുടങ്ങിനാർ. വൻപരാം മർക്കടന്മാരുടെ മെയ്യിൽ വന്നമ്പതും 100, 200, 500 അമ്പുകൾ കൊണ്ടു പിളർന്നു തിരുതെരി കമ്പം കലർന്നു മോഹിച്ചു വീണിടിനാർ. 50 ബാണം വിവിധനേറ്റു പുനരമ്പതു മൈന്ദനും 5 ഗജമേനും 90 ബാണം നളനും തറച്ചിതം വണ്ണമേറ്റു ഗന്ധമാദനെന്മയിലും. ഈ 9 നീലനും 30 മീരഞ്ചു ബാണങ്ങൾ ജാമ്പവാൻ മെയ്യിലും. 6 പനസനുമേഴു വിനത നീരാറു സുശേഷനുമെട്ടു ഉമുദനും 6 ബാണ വൃഷഭനും ഏസരി 6 മൊരമ്പതും കൂടെ വന്നേറ്റിതു. 10 ശതബലിയെ 9 ദ്രുമനും 10 മൊരട്ടു പ്രാമാധിക്കുമേറ്റിതു. 10 പുനരിപുരുപത്തഞ്ചുമേറ്റിതു. ശക്തിയേറും വേഗദർശി അതുപോലെ 40 കൊണ്ടു ദിങ്മുഖൻ മെയ്യിലും 42 ഗവാക്ഷനുമേറ്റിതു. 3 ഗവയഞ്ജനും ശരഭനും 3 4മേറ്റു സുമുഖനും ദുർമുഖനെ 24 സമ്മാനമായ 65 താരനും ജ്യോതിർമുഖനും 60 മെതേറ്റു പുനരാതങ്കമോടൻപദഗ്നിവദനനും അങ്കനന്മേൽ 75 കൊണ്ടിതു തുങ്കനാം സുഗ്രീവനേറ്റു ശരശതം. ഇതം കപികുലനായകന്മാർ 67 കോടിയും വീണിതോ ഭൂതലേ. മർക്കടന്മാർ 21 വെള്ളവും അർക്കതനയനും വീണോരനന്തരം. ആവതില്ലേതുമിതിന്നു നമോ എന്നു ദേവദേവന്മാരുമന്യോന്യമന്നേരം വ്യസയാകുലം പൂണ്ടു പറഞ്ഞു നിൽക്കേരുഷാ. രാഘവന്മാരുമേതു വീർത്തിടിനാൻ. മേഘനാഥൻ മഹാവീര്യവ്രതധരൻ ശോകവിഷണ്ണമായി നിശ്ചലമായതു ലോകവും. കൗണപാദീശ ജയത്തിനാലണ്ഡ അണ്ഡലാരിയും ശംഖനാദം ചെയ്തു വേഗേന ലങ്കയിൽ ഇരുന്നിടിനാർ. ലേഖസമൂഹവുമായി ഗതാശയാ.
ഐകസി നന്ദനായ വിഭീഷണൻ ഭാഗവതോത്തമൻ ഭക്തപരായണൻ പോകുവൻ മേലിലാപത്തു ഞാനെന്നോർത്തു പോർക്കളും കൈവിട്ടു വാങ്ങി നിന്നിടിനാൻ. ഉള്ളിയും മിന്നി ഇടക്കുന്നതിൽ പ്രാണനുള്ളവരാരെന്നറിയണമെന്നോർത്തു നോക്കി നോക്കി സഞ്ചരിച്ചു തുടങ്ങിനാൻ അമേറും വായുപുത്രനുമന്നേരും. ആരിനെയുള്ളതൊരു സഹായത്തിനെന്നാരായ വേണമെന്നോർത്തവനും തഥാ ശാഖാമൃഗങ്ങൾ ഇടക്കുന്നവർകളിൽ ചാതവരിതിലാരെന്നു നോക്കുവാൻ ആയി നടക്കുന്ന നേരം തത്ര രാഘവഭക്തൻ വിഭീഷണനെ കണ്ടു. തമ്മിലന്യോന്യമറിഞ്ഞു ദുഃഖം പൂണ്ടു നിർമ്മലന്മാർ നടന്നിടിനാർ. പിന്നെയും പതോജ സംഭവനന്ദനൻ ജാമ്പവാൻ താതാനുഗ്രഹം കൊണ്ടു മോഹം തീർന്നു കണ്ണുമിഴിപ്പാനരുതാഞ്ഞിരിക്കുമ്പോൾ ചെന്നു വിഭീഷണൻ ചോദിച്ചിതാദരാൽ നിന്നുടെ ജീവനുണ്ടോ അഭിപുങ്കവ നന്നായിതെങ്കിൽ നീ എന്നറിഞ്ഞിതോ കണ്ണുമിഴിച്ചു കൂടാരുധിരം കൊണ്ടു നിന്നുടെ വാക്കു കേട്ടുള്ളിൽ വിഭാതിമേ രാക്ഷസരാജൻ വിഭീഷണനെന്നതു സാക്ഷാൽ പരമാർത്ഥമെന്നോടു ചൊല്ലുക. സത്യം വിഭീഷണനായതു ഞാനിതോ സത്യമതേ പുനരെന്നതു കേട്ടവൻ ചോദിച്ചിതാശാധീശ്വരൻ തന്നോടു ബോധമുണ്ടല്ലോ ഭവാനേറ്റമാകയാൽ മേഘനാദാസ്ത്രങ്ങളേറ്റു മരിച്ചൊരു ശാഖാമൃഗങ്ങളിൽ നമ്മുടെ മാരുതി ജീവനോടെ പുനരെങ്ങാനുമുണ്ടെങ്കിലാവതെല്ലാം തിരയേണമിനിയടോ ചോദിച്ചതാശു വിഭീഷണനെന്തടോ വാത്മാജനിൽ വാത്സല്യമുണ്ടായതും രാമസൗമിത്രി സുഗ്രീവാംഗദാദികളാമരേവരിലും വിശേഷിച്ചു നീ ചോദിച്ചതെന്തു സമീരണ പുത്രനെ മോദിച്ചതെന്തവനെ കുറിച്ചേറ്റവും എങ്കിലോ കേൾക്കനീ മാരുതിയുണ്ടെങ്കിൽ സങ്കടമില്ല മറ്റാർക്കും അറിഞ്ഞാലും മാരുതപുത്രൻ മരിച്ചിതെന്നായി മറ്റാർക്കുമില്ലോ മരിച്ചതീനൊക്കുമേ സാരസ സംഭവപുത്രവാക്യം കേട്ടു മാരുതിയും ബഹുമാനിച്ചു സാദരം ഞാനിതല്ലോ മരിച്ചില്ലെന്നവൻ ആർക്കലാമോദമുൾക്കൊണ്ടു വീണു ജാമ്പവാൻ.